എം ശ്രീ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രതിഷേധം ഇപ്പോൾ കാര്യമായ പ്രതിഷേധത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. AISFന്റെയും പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഹരിമോഹൻ നമുക്കൊപ്പം ചേരുന്നു. ഹരിമോഹൻ, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയായിരുന്നു KSU. ഇപ്പോൾ അനക്സ് ഗേറ്റിന് മുന്നിലാണോ പ്രതിഷേധം? എന്തൊക്കെയാണ് വിവരങ്ങൾ? അനക്സ് ഗേറ്റിന് മുന്നിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസ് അനക്സ് 2 മുന്നിലാണ് KSU പ്രവർത്തകർ ഇപ്പോഴും പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇതുവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടില്ല. പ്രധാനമായിട്ടും ഈ അനക്സ് 2 മന്ത്രി വന്നതിന് ശേഷം തൊട്ടു പിന്നാലെയാണ് പ്രവർത്തകർ എത്തിയത്. പക്ഷെ അപ്പോഴേക്കും ഗേറ്റ് അടച്ചിരുന്നു. വളരെ കുറച്ച് പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർ ഗേറ്റ് ചാടിക്കടക്കാൻ ശ്രമിക്കുകയും ഗേറ്റിന് മുകളിൽ കയറി നിന്ന് കരിങ്കൊടി കാണിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പോലീസ് പിടിച്ചു മാറ്റുകയും അതിനുശേഷം അറസ്റ്റ് ചെയ്യാൻ നീക്കം നടത്തിയപ്പോൾ അവർ കുത്തിയിരുന്ന ഗേറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുകയായിരുന്നു. ഇപ്പോഴും ഗേറ്റിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് പ്രവർത്തകർ. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. ഇന്ന് 2 തരത്തിലാണ് മാർച്ച് നടക്കുന്നത്. ഒന്ന്, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു വശത്ത് നിന്ന് KSU ആണ് മാർച്ച് നടത്തുന്നതെങ്കിൽ മറ്റൊന്ന് CPIയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ASFും യുവജന സംഘടനയായിട്ടുള്ള AYFും സംയുക്തമായാണ് മാർച്ച് നടത്തുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ോളം പ്രവർത്തകർ മാത്രമേ ഉള്ളൂവെങ്കിൽ പോലും അവർ നിലവിൽ അറസ്റ്റ് ചെയ്യാതെ മടങ്ങില്ല എന്നുള്ള ഒരു നിലപാടിൽ നിൽക്കുകയാണ്. മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ തന്നെ നിലകൊള്ളുകയാണ് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദേശ് സുധർമ്മന്റെ നേതൃത്വത്തിലടക്കമുള്ള പ്രവർത്തകരാണ് ഇവിടെ എത്തിക്കൊണ്ട് ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. കരിങ്കൊടി കൂടാതെ കറുത്ത വസ്ത്രവും ധരിച്ചുകൊണ്ടാണ് പ്രവർത്തകരുടെ പ്രതിഷേധം. സംസ്ഥാന വ്യാപകമായി തന്നെ KSUവിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നുള്ളതായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. മാത്രമല്ല, വിദ്യാഭ്യാസ മന്ത്രി പോകുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ കരിങ്കൊടി കാണിക്കാനുള്ള ഒരു തീരുമാനം കൂടി KSUവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗം കൂടിയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക്, തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ സ്ഥിതി ചെയ്യുന്ന അനക്സ് 2 സ്ഥിതി ചെയ്യുന്ന ഓഫീസിലേക്ക് ചാടിക്കടന്നുകൊണ്ട് കരിങ്കൊടി കാണിക്കാനുള്ള ശ്രമം നടത്തിയത്. പക്ഷെ പോലീസ് ചേർത്തത് കൊണ്ട് അകത്തേക്ക് കയറാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഗേറ്റിന് മുന്നിൽ നിന്ന് പ്രവർത്തകർ ഇപ്പോഴും പ്രതിഷേധിക്കുന്നത്. ആ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഒരു ഭാഗത്ത് പ്രതിഷേധം, അതോടൊപ്പം തന്നെ AIYFന്റെയും AISFന്റെയും മാർച്ചും ഇപ്പോൾ എത്തുകയാണ്. TV പ്രസാദ് നമുക്കൊപ്പം. TV പ്രസാദ്, പ്രതിപക്ഷത്തുള്ള വിദ്യാർത്ഥി സംഘടന നടത്തുന്ന പ്രതിഷേധം പോലെയല്ല ഭരണത്തിലുള്ള മുന്നണിയുടെ ഭാഗമായ വിദ്യാർത്ഥി യുവജന സംഘടനകൾ നടത്തുന്ന പ്രതിഷേധം. അവർ പരസ്യ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത് ബിനോയ് വിശ്വവുമായി വി ശിവൻകുട്ടി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് എന്നതും പ്രധാനമല്ലേ? അത് പ്രധാനമാണ്. ASFന്റെയും AIYFന്റെയും മാർച്ച് അല്പസമയത്തിനകം ഇവിടെ എത്തും. ഇതാ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇപ്പോൾ KSU പ്രതിഷേധത്തിൽ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ്. ബലപ്രയോഗത്തിലേക്ക് പോയിരിക്കുന്നു. പ്രസാദിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഹരി, ഇപ്പോൾ പ്രവർത്തകരെ പിടിച്ചു നീക്കുകയാണോ? സുജയാതെ പ്രവർത്തകരെ പൂർണ്ണമായിട്ടും അറസ്റ്റ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് നീക്കുന്ന ശ്രമങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വളരെ കുറച്ച് പ്രവർത്തകർ മാത്രമേ ഉള്ളെങ്കിൽ പോലും അവർ ഗേറ്റിന് മുന്നിൽ നിലയുറപ്പിച്ചതോടു കൂടിയിട്ടാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് വാഹനത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്ന രംഗമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാഹനത്തിൽ കയറാൻ തയ്യാറാവുന്നില്ല. മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തന്നെ അവർ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വാഹനത്തിന്റെ വാതിൽപ്പടിയിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. അകത്തേക്ക് കയറാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോഴും മുദ്രാവാക്യം വിളിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അപ്പോഴാണ് തൊട്ടപ്പുറത്തെ ASFന്റെ പ്രതിഷേധവും കൂടി വരുന്നത് എന്നുള്ളതാണ്. കുറെ നേരമായി പ്രവർത്തകർ ഗേറ്റിന് മുന്നിൽ, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിന് മുന്നിലെ ഗേറ്റിന് മുന്നിൽ ഇരുന്നു കൊണ്ട് കുത്തിയിരുന്നും ഗേറ്റ് മറികടക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടും പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് പ്രവർത്തകരെ നീക്കാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയത്. ഇപ്പോൾ വാഹനത്തിലേക്ക് കയറ്റുന്ന രംഗമാണ് കാണുന്നത്. വാഹനത്തിൽ കയറി നിന്നുകൊണ്ടും മുദ്രാവാക്യം വിളിക്കുകയാണ് പ്രവർത്തകർ. സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകളാണ് ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നത് എന്നുള്ളതാണ്. അകത്ത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുണ്ട്.